വിജയ് പറഞ്ഞ സമയം 12 മണിയാണ്. കരൂർ ഈ വേലുച്ചാമി പുരത്ത് വിജയ് എത്തുമെന്ന് പറഞ്ഞ സമയം 12 മണിയാണ്. 7 മണിക്കാണ് എത്തിയത്. ഏതാണ്ട് 7 മണിക്കൂർ നേരം അവരെ ഒരു വെയിലും കൊണ്ട് ആ തമിഴ്നാട്ടിൽ, നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയല്ല, തമിഴ്നാട്ടിലെ ചൂടുള്ള കാലാവസ്ഥയിൽ ആ സ്ത്രീകളും കുട്ടികളും വയോധികരും അടക്കമുള്ളവർ 7 മണിക്കൂറിലേറെ നേരം വിജയെ കാത്തു നിൽക്കണം. 12 മണിക്കാണെങ്കിലും 10 മണിക്ക് മുൻപേ തന്നെ ആളുകൾ ഈ കരൂരിലെ ബൈപ്പാസിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. 10,000 പേർക്കാണ് അനുമതി. പക്ഷേ 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ അധികം ആളുകൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ചെറിയൊരു പട്ടണമാണ്, ബൈപ്പാസാണ്, വലിയ റോഡാണ്. വിജയെ കാണാൻ ധാരാളം ആൾക്കാർ. പക്ഷേ ഒരു സിനിമാ താരം പോയി, രാഷ്ട്രീയക്കാരൻ പോയി, ഒരു മനുഷ്യൻ്റെ ഒരു കണികയെങ്കിലും വിജയ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ മരിച്ച് വീഴുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയുമായിരുന്നു. പെട്ടെന്ന് ദൃശ്യങ്ങൾ നോക്കൂ. തൃശ്ശിയിലെത്തി മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരിടത്തും ഒരു പ്രതികരണവുമില്ല, പകപ്പാണ്. അതായത് ഇങ്ങനെ ഒന്ന് ഉണ്ടാകും എന്ന് വിജയ് പ്രതീക്ഷിച്ചില്ല. സാധാരണ എല്ലാ മനുഷ്യരും അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു വലിയ ദുരന്തം അവിടെ ഉണ്ട് എന്ന് ചെന്നൈ മദ്രാസ് ഹൈക്കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ട് സർക്കാരിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തുമൊക്കെ അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇത്രയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടത്തുക, അതിനുശേഷം ഒന്നും മിണ്ടാതെ പോകുന്ന ചോദ്യമൊക്കെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഒരാളാണോ തമിഴകത്തെ നയിക്കുക? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വന്നൊരു വാർത്ത കൂടി പ്രസാദ് ഇപ്പോൾ ഈ മധുരയിൽ നടന്ന സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനത്തിനിടയിൽ വിജയ്ക്ക് അംഗരക്ഷ, എപ്പോഴും വിജയ്ക്കാണ് സുരക്ഷ, വിജയ്ക്ക് അംഗരക്ഷയായി എത്തിയ പോലീസുകാർ, ബൗൺസർമാർ, അവർ തള്ളിയിട്ടു എന്ന് പറഞ്ഞൊരു യുവാവ് പരാതിയുമായി വരികയാണ്. എല്ലായിടത്തും വിജയ്ക്ക് മാത്രം സുരക്ഷ, ബാക്കിയുള്ള ആളുകൾ സിനിമയിൽ കാണുന്ന പോലെ അടിഞ്ഞെത്തും എന്നതാണോ അവിടുത്തെ ഒരു വിജയ് പാർട്ടിയുടെ രീതി? അല്ല, വിജയെ കാണാൻ ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയം നോക്കാതെ, ഇപ്പോൾ വിജയുടെ TVK പാർട്ടിയുടെ ആൾക്കാർ മാത്രമല്ല കരൂരിലും വന്നിട്ടുണ്ടാവുക. വിജയ് എന്ന സിനിമാ താരത്തെ കാണാനാണ് ആളുകൾ ഒഴുകിയെത്തിയത്. പക്ഷേ ആ താരത്തെ കാണാൻ ഒഴുകിയെത്തിയവർ ഒരു മനസ്സാക്ഷി പോലും, ഒരു സ്ത്രീ നേരത്തെ ഒരു തമിഴിലൊരു പ്രതികരണം പോകുന്നുണ്ട്, മനസ്സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കണം വിജയ്. അത്തരത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ട്. കാരണം ഒരു സിനിമാ താരനായിക്കോട്ടെ, ഒരു രാഷ്ട്രീയക്കാരനായാലും ഒരു അധികാരത്തിലെത്തിയാൽ ഇദ്ദേഹം എങ്ങനെയായിരിക്കും ജനങ്ങളെ കാണുക എന്നുള്ളതാണ്. തൻ്റെ ഒരു ക്രിമികീടമാണെങ്കിൽ പോലും ഒരു മര്യാദ ഉണ്ടാകും. അതിന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നൊക്കെ മാധ്യമപ്രവർത്തകരോട് കരൂരിൽ നിന്ന് ഈ ദുരന്തമുണ്ടായി ഉടൻ തന്നെ സുരക്ഷയിൽ അദ്ദേഹം തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലേക്ക് എത്തി. അവിടെ എത്തി നേരെ ചെന്നൈയിലേക്ക് വന്നു. എന്തെങ്കിലും ഒരു വാക്ക്, ബാക്കി ഒരു മനുഷ്യൻ ആണെങ്കിൽ ഇത്രയും പേര്, 36 പേര് മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിജയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസും CPM ആവശ്യപ്പെട്ടു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വരണം, അതുപോലെ തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് CPM കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. അത് കൂടുതൽ ഒരുപക്ഷെ ഇനി അണ്ണാ DMKയും DMK സർക്കാർ കൂടെ അത്തരത്തിലേക്ക് വരും. കാരണം DMKയുടെ ഒട്ടും സുഖത്തിലല്ല TVK നിൽക്കുന്നത്. വിജയെ അവഗണിക്കാനാണ് DMK നേതൃത്വം പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ തന്നെ ഒരു രീതിയിലും ഒരു സിനിമാ താരം ഒരു രാഷ്ട്രീയ നേതാവുള്ള ഒരു യോഗ്യതയുമില്ലാത്ത രീതിയിലാണ് ഇന്ന് വിജയ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ തിരുച്ചിറപ്പള്ളിയിലെ യോഗത്തിൽ തന്നെ വിജയ്ക്ക് ഈ കാരവാനിലേക്ക് എത്താൻ പറ്റില്ല, ഈ പ്രസംഗിക്കാൻ എത്താൻ പറ്റില്ല, മടങ്ങിപ്പോകണം, അത്രയും ജനക്കൂട്ടമുണ്ടാകും. പക്ഷേ അത് കണ്ടിട്ടും ഒരു മുൻകരുതലും എടുക്കാതെ വരുന്നു. 7 മണിക്കൂറിന് ശേഷം വരുന്നു. അത്രയും നേരം കാത്തുന്നവരെ വന്ന് നിൽക്കുന്നു. ഈ ജനക്കൂട്ടം പാനിക്കാവുന്ന സമയത്ത് വെള്ളം എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുക്കുന്നു, ആംബുലൻസ് വിളിക്കൂ എന്ന് പറഞ്ഞു, ഉടൻ തന്നെ മടങ്ങി പോവുകയാണ്. ആ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് കാണാമെന്ന് തോന്നുന്നു. വിജയ് പ്രസംഗിക്കുന്നതിനിടയിൽ അവിടെ ഒരു അപകട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വിജയ്ക്ക് തന്നെ ബോധ്യമുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആളുകൾ അവിടേക്ക് എത്തി എന്ന കാര്യം ബോധ്യമുണ്ട്. എന്നിട്ട് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, ആംബുലൻസ് വിളിക്കുമെന്ന് പറയുന്നുണ്ട്, പ്രസംഗം പൂർത്തീകരിക്കാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. പോലീസിന്റെ ഇടപെടൽ പോലും അവിടെ ഉണ്ടാകണം എന്ന തരത്തിലൊരു ക്രമീകരണം മുൻകൂട്ടി ഉണ്ടായില്ല. ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും അവിടെ എന്നുള്ളതാണ്. ആ ഒരു മര്യാദ പോലും ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിനുണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ സംസ്ഥാനമാണ്.